ഡേ 13 വാട്ട് ഐ ഈറ്റ് ഇൻ ഡേ ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അവക്കാഡോ കുക്കുമുളിയും ഒരു ബുൾസയും ഒരു സ്ലൈസ് ബ്രെഡും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 9 മണിയായപ്പോൾ സ്നാക്സ് എടുത്തിട്ടുണ്ട്. ഒരു അത്തിപ്പഴം, 4 വാൾനട്ടും അതുപോലെ തന്നെ 3-4 ബ്രസീലിയൻ നട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. ഒരുപാട് നട്ട്സ് എടുക്കാനും പാടില്ല കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ലഞ്ചിനായിട്ട് സ്പിനാച്ചിൻ്റെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി വന്നിട്ട് 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉച്ചയ്ക്ക് കഴിച്ചു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിത് അവൈലബിൾ ആയതുകൊണ്ട് അത് കഴിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കന് റോസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ലഞ്ച് അത്യാവശ്യം പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള, കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ ഇതാണ് ഞാൻ ലഞ്ചായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും. പിന്നെ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ഗ്രേപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാളത്തേക്കുള്ള ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്രേപ്സും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിന്നറായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ഓംപ്ലേറ്റ് ആണ്. ഇത് അത്യാവശ്യം ഹെവി ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് തര പെട്ടെന്ന് വിശക്കൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ ഈ സ്വീറ്റ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ഓംപ്ലേറ്റ് ആണ്. നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല.